ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി ടണലിനുള്ളിലെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കട്ടപ്പനയിൽ നിന്നും വെറും 9 കിലോമീറ്റർ മാത്രം അകലെയാണ് പ്രശസ്തമായ അഞ്ചുരുളി ടണൽ സ്ഥിതി ചെയ്യുന്നത്. കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ കക്കാട്ടുകട എന്ന ജംഗ്ഷനിൽ നിന്നും വലത്തോട് തിരിഞ്ഞു വേണം നമുക്ക് അഞ്ചുരുളി ടണലിലേക്ക് പോകാൻ. ഇവിടെ നിന്നും പിന്നെ 2.5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് സഞ്ചരിക്കേണ്ടതുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം മുൻപോട്ട് സഞ്ചരിക്കുമ്പോഴേക്കും തന്നെ അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകാനുള്ള സൈൻ ബോർഡുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും ആവശ്യമില്ലാതെ നേരെ അഞ്ചുരുളി ടണലിലേക്ക് തന്നെ എത്തിച്ചേരാൻ കഴിയും. പോകുന്ന വഴിയിലെ കാഴ്ചകളും വളരെ മനോഹരമാണ്. നമുക്ക് കട്ടപ്പനയാട് കടന്നു വേണം അഞ്ചുരുളി ടണലിലേക്ക് പോകാൻ. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കട്ടപ്പനയാടിലൊന്നും അധികം വെള്ളമില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴേക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു അധികം. പക്ഷെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ ആളുകൾ ഇത്തവണ ഇവിടെയുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം ഞാൻ ഒത്തിരി തവണ അഞ്ചുരുളി ടണലിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വേനൽക്കാലത്ത് അഞ്ചുരുളി ടണൽ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒട്ടും വെള്ളമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ അഞ്ചുരുളി ടണലിനുള്ളിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ തവണ മഴക്കാലത്ത് വന്നപ്പോഴുള്ള അഞ്ചുരുളി ടണലിന്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തിരിക്കാം. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ട് സമയത്തുമുള്ള അഞ്ചുരുളി ടണലിന്റെ ഭാവം മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ടണൽ നിറച്ചും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ടണലിനകത്ത് കയറാൻ കഴിച്ചില്ല. ഇത്തവണ വേനൽക്കാലത്താണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ടണലിൻ്റെ അകത്തേക്ക് കയറാം. 5.5 കിലോമീറ്റർ നീളവും 24 അടി വ്യാസവുമാണ് ഈ ടണലിനുള്ളത്. ഇരട്ടയാർ മുതൽ അഞ്ചുരുളി വരെ ഒരൊറ്റ പാറ തുരന്നാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടണലിന്റെ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്നറിയാമോ? 2 വശത്തു നിന്നും ഒരേ സമയമാണ് ഈ ടണൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന അഞ്ചുരുളി ഭാഗത്ത് നിന്നും ഈ പാറയുടെ മറുവശമായ ഇരട്ടയാർ ഭാഗത്ത് നിന്നും ഒരേ സമയം പാറ തുരക്കാൻ തുടങ്ങി. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയപ്പോൾ, അതായത് കൂട്ടി യോജിപ്പിച്ചപ്പോഴാണ് അഞ്ചുരുളി ടണൽ ഉണ്ടായത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോഴത്തെ പോലെ ആധുനിക ടെക്നോളജികളൊന്നും ഇല്ലാത്ത കാലത്താണ്. അതായത് 1974 ഈ തുരങ്കം നിർമ്മിക്കാൻ തുടങ്ങിയത്. 6 വർഷമെടുത്തു ഈ അഞ്ചുരുളി ടണൽ പൂർത്തിയാക്കാനായിട്ട്. 1980 ജനുവരി 30 ഈ അഞ്ചുരുളി ടണലിന്റെ ഉദ്ഘാടനം നടന്നത്. ഈ തുരങ്കം ഉണ്ടാക്കുന്ന കാലയളവിൽ 22 തൊഴിലാളികൾ മരിക്കുകയുണ്ടായി. ഇരട്ടയാറിൽ നിന്നും ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായിട്ടാണ് ഈ ഒരു തുരങ്കം നിർമ്മിച്ചത്. ഇരട്ടയാറിൽ ഒരു ചെറിയൊരു അണക്കെട്ടുണ്ടാക്കിയിട്ട് ആ അണക്കെട്ടിൽ നിന്നുമാണ് ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം എത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇരട്ടയാർ അണക്കെട്ടിൽ വെള്ളമില്ല. അതുകൊണ്ടാണ് അഞ്ചുരുളി ടണലിനുള്ളിലൂടെ വെള്ളം ഒഴുകി പുറത്തേക്ക് വരാത്തത്. വെള്ളമില്ലാത്തത് നമ്മുടെ നാട്ടിൽ ഊർജ പ്രതിസന്ധിക്ക് കാരണമാകും. പക്ഷെ സഞ്ചാരികളെ സംബന്ധിച്ച് ഇതൊരു നല്ല അവസരമാണ്. കാരണം അഞ്ചുരുളി ടണലിനകത്ത് കയറാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നതിലും. വേനൽക്കാലത്ത് വരുന്ന സഞ്ചാരികൾ ഈ ടണലിനുള്ളിലൂടെ നടക്കാറുണ്ടെങ്കിലും അങ്ങനെ നടക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇനി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇരുട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. കാരണം ഇവിടെ നിന്ന് 5.5 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നമുക്ക് 5.5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയില്ല.
അതുമാത്രമല്ല നമുക്ക് എപ്പോഴാണ് ഇരട്ടയാറിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നതെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇതൊരു വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്നെത്തുന്നത്. ഇന്നത്തെ എന്റെ യാത്രയിൽ എന്നോടൊപ്പം ഉള്ളത് രതീശങ്കിലും ഗീത ചിറ്റിയും അപ്പുവും കുഞ്ഞും മോനും പിന്നെ കാവ്യ ചേച്ചിയും ദേവു ചേച്ചിയും ഒക്കെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് അഞ്ചുരുളി ടണലിനകത്ത് കയറാനായിട്ട് ഇവിടേക്ക് വന്നത്. ഇനി ഞങ്ങൾ അഞ്ചുരുളി ടണലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇടുക്കി ജലാശയത്തിലെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇടുക്കി ജലാശയത്തിലെ കാഴ്ചകൾ കാണാം. മലകളാലും പുൽമേടുകളാലും ചുറ്റപ്പെട്ടു കിടക്കുന്ന ഇടുക്കി അണക്കെട്ടിന്റെ ജലസംഭരണി വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കൂടാതെ തന്നെ ഈ ജലസംഭരണിയിൽ മത്സ്യസമ്പത്തുള്ളതിനാൽ നമ്മൾ എപ്പോൾ വന്നാലും കുറെ അധികം ആളുകൾ ഇവിടെ മീൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഞ്ചുരുളി എന്ന ഈ ടണലിന് പേര് വന്നതിനൊരു കാരണമുണ്ട്. ഇടുക്കി ജലാശയത്തില് 5 ഉരുളികൾ കമഴ്ത്തി വെച്ചതുപോലെ 5 മലകളുണ്ട്. നമുക്ക് ഇടുക്കി ജലാശയത്തിൽ വെള്ളം കുറവായിരിക്കുമ്പോൾ മാത്രമാണ് അത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അത്തരത്തിലുള്ള ഒരു മല. ബാക്കിയുള്ള 4 മലകളും ഇപ്പോഴും ഇടുക്കി ജലാശയത്തിനുള്ളിലായിട്ടാണുള്ളത്. എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം വരുന്ന പോലെ അഞ്ചുരുളി ടണലിൽ നിന്നും വെള്ളം റിസർവറിലേക്ക് പതിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ജലം ഒന്നും ഇല്ലാതെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മളിതാ അഞ്ചുരുളി ടണലൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഞ്ചുരുളി ടണലിനകത്ത് കയറാൻ പറ്റിയതില്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.